കുറുവ കള്ളന്മാർ പ്രതികളായ ആലപ്പുഴയിലെ ആദ്യ കേസിൽ പോലീസിന് തിരിച്ചടി. മണ്ണഞ്ചേരി പോലീസ് രജിസ്റ്റർ ചെയ്ത മോഷണ കേസിലെ രണ്ടാം പ്രതി കട്ടുപൂച്ചനെ കോടതി വെറുതെ വിട്ടു. ഒന്നാം പ്രതി സന്തോഷ് സെൽവത്തിന് 2 വർഷം തടവും പിഴയും ആലപ്പുഴ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വിധിച്ചു. ഒക്ടോബർ നവംബർ മാസങ്ങളിലായിരുന്നു കുറുവാ സംഘം ആലപ്പുഴയിൽ വിലസിയത്. മുഖംമൂടി ധരിച്ചെത്തുന്ന അർദ്ധനഗ്ന സംഘം വീടിന്റെ പിൻവാതിലൂടെ അകത്ത് കടന്ന് കവർച്ച നടത്തും. ചേർത്തല, മണ്ണഞ്ചേരി, കോമളപുരം, പുന്നപ്ര എന്നിവിടങ്ങളിലായിരുന്നു മോഷണം. സംഘത്തിലെ പ്രധാനി സന്തോഷ് സെൽവനെ നവംബർ പകുതിയോടെ എറണാകുളം കുണ്ടന്നൂർ പാലത്തിനടിയിൽ നിന്ന് മണ്ണഞ്ചേരി പോലീസ് പിടികൂടുകയായിരുന്നു. സംഘത്തലവനായ കട്ടുപ്പുച്ചനായി പ്രത്യേക സംഘം അന്വേഷണം തുടർന്നു. ഒടുവിൽ മാർച്ചിൽ തമിഴ്നാട് മധുരയിൽ നിന്ന് ഇയാളെ പിടികൂടി. കുറുവ സംഘം പ്രതികളായ 3 കേസിന്റെ വിചാരണ ആലപ്പുഴ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 2-ൽ പൂർത്തിയായിരുന്നു. അതിൽ ഒരു കേസിന്റെ വിധിയാണ് ഇന്ന് വന്നത്. തെളിവുകളുടെ അഭാവത്തിലും അറസ്റ്റിൽ ഉൾപ്പെടെ നടപടിക്രമങ്ങളിലുണ്ടായ വീഴ്ചയും ചൂണ്ടിക്കാട്ടി 2ാം പ്രതി കട്ടുപ്പൂച്ചനെ വെറുതെ വിട്ടു. 1ാം പ്രതിക്ക് മോഷണത്തിനും മോഷണ ശ്രമത്തിനും 2 വർഷം വീതം തടവും 1,00,000 ലക്ഷം രൂപ പിഴയുമാണ് വിധിച്ചത്. തടവ് ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതി. തമിഴ്നാട് രാമനാഥപുരത്തു നിന്നാണ് 2ാം പ്രതി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതൊരു ഇൻട്രസ്റ്റേറ്റ് അറസ്റ്റാണ്. കുറുവ സംഘം എന്ന പേരിൽ ആൻറ്റി കുറുവ സ്ക്വാഡ് എന്ന സ്ക്വാഡ് രൂപീകരിച്ച് ഇൻട്രസ്റ്റേറ്റ് അറസ്റ്റിലാണ് നടത്തിയിരുന്നത്. പക്ഷേ ഇൻട്രസ്റ്റേറ്റ് അറസ്റ്റ് നടത്തുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങളുണ്ട്. പോലീസ് മേധാവിയുടെ അനുമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മേടിക്കണം. അതൊന്നും ഈ കേസിൽ വാങ്ങുകയോ ഈ കോടതി മുമ്പ് ഹാജരാക്കുകയോ ചെയ്തിട്ടില്ല. സന്തോഷ് സെൽവത്തെയും കട്ടുപ്പൂച്ചനെയും പ്രതികളാക്കി മണ്ണഞ്ചേരി പോലീസ് രജിസ്റ്റർ ചെയ്ത മറ്റു 2 കേസിൽ ആലപ്പുഴ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അടുത്ത ദിവസം വിധി പറയും. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.